Good morning, students. Today we are going to deal with the second model of healthy behavior change, that is theory of planned behavior. Theory of planned behavior is a psychological framework developed by Isaac Acheson in 1985. So, uh, you know that this is the second model of healthy behavior change, that is theory of planned behavior. We can learn the details. These are the key constructs of TBB, that is theory of planned behavior. That means TBB suggests that individual's behavior is determined by three primary factors. That is three constructs. That means three primary factors of theory of planned behavior is attitude toward the behavior, subjective norms, perceived behavior control. So we are going in detail of each construct or each primary factor. First one is attitude toward behavior. This means the individual's positive or negative evaluation of performing behavior. അതായത് ഒരു ബിഹേവിയറിന് അതിനെ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂഷൻ നടത്തുകയാണ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയാണ് അയാൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അയാൾക്ക് ബെനിഫിഷ്യൽ ആണ് എന്ന് അയാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് അയാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ എൻജോയ് ചെയ്യാൻ അയാൾ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അത് ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. എക്സാമ്പിൾ അത് പറയുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ അതിന്റെ ആ ഒരു ലൈക്ലിഹുഡ് ബിഹേവിയർ ഫോളോ ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് മീൻ ബൈ ആറ്റിറ്റ്യൂഡ് ടുവാർഡ് ബിഹേവിയർ. ഒരു ബിഹേവിയറിനോട് നമുക്കുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്താൽ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. Second primary factor is subjective norms. It means the understanding social influences on behavior. അതായത് ഓരോരുത്തരുടെ കേസിൽ ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ചുറ്റുമുള്ള പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫാമിലി, അവരുടെ സൊസൈറ്റി എങ്ങനെയാണ് ഒരു ബിഹേവിയർ അവർ ഫോളോ ചെയ്യുമ്പോൾ അതിനെങ്ങനെ അവർ സപ്പോർട്ട് ചെയ്യുന്നു, അവരുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഒരു ബിഹേവിയർ ഫോളോ ചെയ്യുന്നതിൽ ഉണ്ട് എന്നുള്ളതാണ് സബ്ജക്റ്റീവ് നോംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയണ ഒരു സ്റ്റുഡന്റ് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സൊസൈറ്റി, അവരുടെ ചുറ്റുള്ള ഫാമിലി മെമ്പേഴ്സ്, പിയേഴ്സ് ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരതിന് ലൈക്ലിഹുഡ് ഇൻക്രീസ് ചെയ്യും ആ ഒരു ഹെൽത്തി ഫുഡ് ഫോളോ ചെയ്യുന്നത്. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ സോഷ്യൽ പ്രഷറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ടു ഇൻഡിവിജ്വൽ ഫീൽ ടു എൻഗേജ് റീഫ്രൈൻ ഫോർ സ്പെസിഫിക് ബിഹേവിയർ. ഒരു സോഷ്യൽ പ്രഷർ ഉണ്ട് അവർക്ക് ആ ഒരു ഹെൽത്തി ബിഹേവിയർ ഫോളോ ചെയ്യാൻ എങ്കിൽ അവരത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അതില്ല എങ്കിൽ ഒരു നെഗറ്റീവ് ഫീൽ ആണ് അവർക്ക് വരുന്നെങ്കിൽ അത് അവർ കളയും. ആ ഒരു ബിഹേവിയർ അവർ ഫോളോ ചെയ്യത്തില്ല. This norm significantly shape choices, particularly when supported by peers or family. Okay, ഇപ്പോൾ ഒരു സ്റ്റുഡന്റിന്റെ ബിഹേവിയർ ഒക്കെ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദയർ പിയേഴ്സ് അല്ലെങ്കിൽ ഫാമിലി. അപ്പൊ ആ ഫാമിലിയും സ്റ്റുഡൻസും ഫ്രണ്ട്സും ഒക്കെ എങ്ങനെയാണോ ആ ഒരു ബിഹേവിയറിനോട് അപ്രോച്ച് ചെയ്യുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഈ ഒരു വ്യക്തിയുടെ ഒരു ഇൻഡിവിജ്വൽ സ്റ്റുഡന്റിന്റെ ബിഹേവിയർ ഷേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് പറയുന്നത് കേട്ടോ. Perceived behavior control, that is third primary factor of theory of planned behavior. That means its meaning is believing in our ability to act. Act means ഒരു ബിഹേവിയർ പെർഫോം ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയിലേക്ക് നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് റിഫ്ലെക്ട്സ് അവർ ബിലീഫ് ഇൻ അവർ എബിലിറ്റി ടു പെർഫോം ബിഹേവിയർ. ദാറ്റ് മീൻസ് നമ്മൾ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയർ പെർഫോം ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയിൽ നമ്മൾ തന്നെ സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ്. ഭയങ്കര ഹയർ കോൺഫിഡൻസും ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു സ്പെസിഫിക് ഹെൽത്ത് ബിഹേവിയർ ഫോളോ ചെയ്യാനും പെർഫോം ചെയ്യാനും അതിന്റെ ഒരു ലൈക്ലിഹുഡ് ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ പ്ലാൻ ചെയ്യാണ് എനിക്ക് സ്മോക്കിംഗ് നിർത്തണം എന്നുള്ളത്. ആ സ്മോക്കിംഗ് നിർത്തുക എന്നുള്ളതാണ് ഇവിടത്തെ ഹെൽത്ത് ബിഹേവിയർ. ആ ഹെൽത്ത് ബിഹേവിയർ നിർത്തണമെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റും എന്ന് അയാൾ വിശ്വസിക്കണം. സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഹി ക്യാൻ സ്റ്റോപ്പ് സ്മോക്കിംഗ് ആൻഡ് ഹി ക്യാൻ ഫോളോ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഫോർ ദിസ്. അങ്ങനെ അയാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പെർസീവ് ബിഹേവിയർ കൺട്രോൾ എന്നതിൽ പറയുന്നത്. Next, we are dealing with the term behavioral intention. It is in theory of planned behavior. Behavioral intention means it understanding readiness to take action. That means ഒരാൾ ഒരു ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഫോളോ ചെയ്യാൻ
റെഡി ആവുക, നമ്മൾ പ്രിപ്പയർഡ് ആവുക, ഒരു സെൽഫ് പ്രിപ്പയർനെസ്സിനെയാണ് ബിഹേവിയറൽ ഇന്റൻഷൻ എന്ന് പറയുന്നത്. It is a commitment to perform a specific action shaped by attitudes, subjective norms, and perceived behavior control, ultimately influencing the actual behavior outcomes in real life situation. അതായത് നമ്മളിപ്പോൾ തിയറി ഓഫ് പ്ലാന്റ് ബിഹേവിയറിന്റെ 3 പ്രൈമറി ഫാക്ടേഴ്സ് പഠിച്ചു. ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ബിഹേവിയർ, അതുപോലെ സബ്ജക്റ്റീവ് നോം, പെർസീവ്ഡ് ബിഹേവിയർ കണ്ടു. അപ്പൊ ഈ ഒരു 3 ഫാക്ടേഴ്സ് ത്രൂ ഒരു സ്പെസിഫിക് ആക്ഷൻ നമ്മൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം റെഡി ആവുകയാണ്, സ്വയം പ്രിപ്പയർഡ് ആവുക. അതിനെയാണ് ബിഹേവിയർ ഇന്റൻഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ററാക്ഷൻ ഓഫ് കൺസ്ട്രക്റ്റ്, ദാറ്റ് ഈസ് ആ 3 പ്രൈമറി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞല്ലോ, ആ ഒരു 3 പ്രൈമറി ഫാക്ടേഴ്സിന്റെ ഇന്ററാക്ഷൻ തിയറി ഓഫ് പ്ലാന്റ് ബിഹേവിയറിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു 3 എലമെന്റ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതാണ് മെയിൻ പോയിന്റ് ഓഫ് തിയറി ഓഫ് പ്ലാന്റ് ബിഹേവിയർ. അപ്പൊ ഈ 3 ഫാക്ടേഴ്സിന്റെ ഒരു ഇന്റർപ്ലേ ഒരു ഹെൽത്ത് ബിഹേവിയർ പെർഫോം ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായതുകൊണ്ട് കാര്യം നടക്കണമെന്നില്ല, ഒന്നും ഒരുപോലെ അവിടെ വർക്ക് ചെയ്യണം, എന്നാലേ ഒരു ഹെൽത്ത് ബിഹേവിയർ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. To highlight that behavior intention is the strongest predictor of actions, with perceived behavior control directly influencing behavior when intention fall short. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റപ്പ് റെഡി ആക്കണം ഒരു ബിഹേവിയർ ഫോളോ ചെയ്യാൻ, ഹെൽത്ത് ബിഹേവിയർ ഫോളോ ചെയ്യാൻ എന്നുള്ളത്. അതായത് നമ്മുടെ ബിഹേവിയർ ഇന്റൻഷൻ റെഡി ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പെർസീവ്ഡ് ബിഹേവിയർ കൺട്രോൾ കുറച്ചൊന്നിങ്ങനെ ഫ്ലോപ്പായി, പെർസീവ്ഡ് ബിഹേവിയർ കൺട്രോളിന് ഡയറക്റ്റ്ലി ഒരു ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മൾ ഇന്റൻഷൻസ് ഒന്ന് പുറകോട്ട് നിന്നാലും ഒരു ബിഹേവിയർ കൺട്രോളിന് ഡയറക്റ്റ്ലി നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ ബിഹേവിയറിനെ, പെർസീവ്ഡ് ബിഹേവിയർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്പെസിഫിക് ബിഹേവിയർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാള് വിചാരിക്കുകയാണ് എന്താണ് സ്മോക്കിംഗ് നിർത്തണം എന്നുള്ളത്. അയാളുടെ ഇന്റൻഷൻ, അയാള് ആലോചിക്കണം എനിക്കത് പറ്റുമോ, അതിനകത്ത് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം, മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും, മെഡിസിൻ കഴിക്കേണ്ടി വരും. പിന്നെ അത് സ്മോക്കിംഗ് പെട്ടെന്ന് നിർത്തുമ്പോൾ നമുക്ക് കുറെ ബോഡിയിൽ കുറെ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. അതിനൊക്കെ ഓവർകം ചെയ്യാനൊക്കെ പറ്റുമോ എന്ന് ഒരാൾ ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ അയാളുടെ പെർസീവ്ഡ് ബിഹേവിയർ കൺട്രോൾ എന്ന് പറഞ്ഞത് എന്താ? അയാളുടെ ഒരു പെർസെപ്ഷൻ, അതൊരു ആ ഒരു ബിഹേവിയർ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തെ മോർ കോൺഫിഡൻസോട് കൂടി മോട്ടിവേറ്റ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവന്നാൽ ഒരു ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ള ഒരു വിശ്വാസം അയാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാളുടെ ഒരു ഇന്റൻഷൻ കുറച്ചൊന്നും ബാക്ക് പോയാലും അയാൾക്ക് സ്മോക്കിംഗ് സ്റ്റോപ്പ് സ്മോക്കിംഗ് എന്നുള്ള ബിഹേവിയറിലേക്ക് അയാൾ കൊണ്ടുപോകാൻ പറ്റും. Next, we can see the application, strength and limitations of the planned behavior. So, application of theory of planned behavior. അപ്പോൾ റിയൽ വേൾഡ് സിനാരിയോസ് ഇൻ ആക്ഷൻ മീൻസ് നമ്മൾ ശരിക്കും നടന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇവയെ ഒരു പെർഫോമൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. It is widely applied in health promotion, encouraging physical activity, improving study habits, fostering sustainable consumer behavior ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസസ്. അതായത് ഒരു കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് മുന്നേ കൂട്ടി പ്ലാൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ, സൂപ്പർ മാർക്കറ്റ് അല്ലെ ഷോപ്പിംഗ് മാളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ ഓരോ ഷോപ്പുകൾ എവിടേക്കാണ് അറേഞ്ച് ചെയ്തതെന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ, ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങളൊക്കെ എവിടേക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു പ്ലാൻഡ് ബിഹേവിയർ ആണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്യണേ അവരുടെ ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എപ്പോഴും ഒരു എക്സാമ്പിൾ പറയാൻ, എപ്പോഴും ആ ബില്ല് കൊടുക്കുന്നതിന്റെ അടുത്തായിരിക്കും മിഠായിയുടെ ഒക്കെ സെക്ഷൻസ്. കാരണം മിഠായി നമ്മൾ അങ്ങനെ വേണം വെച്ച് വാങ്ങിക്കണം, അല്ല നമ്മുടെ കൂടെ കുട്ടികളുണ്ടാവും, അവർ നമ്മളെ ഫോഴ്സ് ചെയ്യും. അപ്പൊ ആ ബില്ല് കൊടുക്കുന്ന സമയത്തായിരിക്കും അവര് മിഠായി കാണുക എന്നുള്ളതാണ്. ചില ഉള്ളിലോട്ട് പോയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് അത്രയും ഇഷ്ടം കൊണ്ട് വാങ്ങുന്നതല്ല, ആവശ്യം കൊണ്ട് വാങ്ങുന്ന സാധനങ്ങളായിരിക്കും സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ അറ്റത്ത് വെക്കുക. നമ്മളത് എന്തായാലും അവിടെ പോയിട്ട് തന്നെ എടുക്കും. കണ്ടെടുക്കാൻ ചാൻസ് ഇല്ലാത്ത സാധനങ്ങളാണ്, ആവശ്യം കൊണ്ട് മാത്രം എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഹെൽത്ത് പ്രൊമോഷനിൽ, ഹെൽത്ത് സെക്ടറിലൊക്കെ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി എൻകറേജ് ചെയ്യുക, സ്റ്റോപ്പിംഗ് ആൽക്കഹോളിസം, സ്റ്റോപ്പിംഗ് സ്മോക്കിംഗ്, ഇങ്ങനത്തെ അവിടത്തൊക്കെ ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള തിയറി ഓഫ് പ്ലാന്റ് ബിഹേവിയർ.
സ്ട്രെങ്ത് ഓഫ് തിയറി ഓഫ് പ്ലാന്റ് ബിഹേവിയർ എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് വെരി നമ്മളൊരു ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയാണ്. അതായത് നമുക്ക് എന്ത് ബിഹേവിയർ ആണ് വേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇന്റേണൽ ബിലീഫ്സിനെയും എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിനെയൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഒരാളുടെ ബിഹേവിയർ ബെസ്റ്റ് ആക്കാൻ കഴിയും. ലിമിറ്റേഷൻസ് ഓഫ് തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ റാഷണൽ ഡെസിഷൻ മേക്കിംഗ്, അതായത് റീസണബിൾ ആയിട്ടുള്ള ഡെസിഷൻസ് ഒക്കെ ചിലപ്പം ഇതിന് ഒരു ബാരിയർ ആയിട്ട് വരാം. അതുപോലെ ഇമോഷണൽ ഇൻഫ്ലുവൻസും ഹാബിച്വൽ ബിഹേവിയറും ഒക്കെ എങ്ങനെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാം. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ലിമിറ്റേഷൻ തിയറി ഓഫ് പ്ലാൻഡ് ബിഹേവിയറിലുണ്ട്. നമ്മളെ ബിലീഫിനെ വെച്ചിട്ടാണല്ലോ, നമ്മളെ ബിലീഫും കോൺഫിഡൻസും മൈൻഡ് സെറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പൊ നമുക്കത് എത്രത്തോളം അത് പ്രാക്ടിക്കബിൾ ആണ് എന്ന് ഒരു വ്യക്തിക്ക് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. സോ ദിസ് ആൾ അബൌട്ട് തിയറി ഓഫ് പ്ലാന്റ് ബിഹേവിയർ. ഇതിൽ നിങ്ങൾ 3 പ്രൈമറി ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ ബിഹേവിയർ ഇന്റൻഷൻ എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും പഠിക്കുക.